നമസ്കാരം. രജസ്വലയായ ദേവിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് വിശ്വാസികളെ അമ്പരപ്പിക്കുന്നത്. ചരിത്രവും ഐതിഹ്യ കഥകളും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഐതിഹ്യങ്ങളോളം പഴക്കം പലയിടത്തും ക്ഷേത്ര ചരിത്രത്തിനില്ലെങ്കിലും വിശ്വാസങ്ങൾ അതിനും മേലെയാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലാണ് വിശ്വാസികൾക്ക് ആശ്രയമേകുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവന്റെ പേരിലാണ് ക്ഷേത്രമെങ്കിലും ദേവിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഇവിടെ പരമേശ്വരനെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിശ്വാസങ്ങളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്ത് മഹാതച്ചനായിരുന്ന പെരുന്തച്ചനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട്. 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതിനാൽ പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് മറ്റൊരു വിശ്വാസം. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തഞ്ചാവൂരിൽ നിന്നും വന്ന പ്രഗത്ഭരായ തച്ചന്മാരാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത്. ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് നടന്നത്. പല തവണ ക്ഷേത്രം പുതുക്കി പണിയലിന് വിധേയമായ ക്ഷേത്രം വർഷങ്ങളെടുത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത്. അന്നത്തെ തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമാണ്. ചെളിയിട്ട് നിർമ്മിച്ചതുകൊണ്ട് തീയിൽ പെട്ടില്ല എന്നും ചരിത്രം. ശബരിഗിരിനാഥന്റെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പാ നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം തടുക്കാനായി നിർമ്മിച്ച ഹനുമാൻ ക്ഷേത്രം, ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രം തുടങ്ങിയവയാണ് ആദ്യ കാഴ്ചകൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര ഗോപുരങ്ങൾ കടന്നാൽ ആനക്കൊട്ടിൽ, കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ, 100 അടി ഉയരമുള്ള കൊടിമരം, വലിപ്പത്തിലുള്ള ബലിക്കല്ല്, 10 ഏക്കർ വിസ്തീർണത്തിലുള്ള വിശാലമായ മതിലകം, ഉപദേവതാ പ്രതിഷ്ഠകൾ, തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം, നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ, ആൽത്തറയിൽ നാഗദൈവങ്ങൾ, ഒറ്റ നിലയിൽ കല്ലിൽ തീർത്ത ശ്രീകോവിൽ, ശ്രീകോവിലിനെ ചുറ്റിയുള്ള നാലമ്പലം തുടങ്ങിയവയാണ് ഇവിടെയുള്ളത്. 5 ആനകളെ ഒരേ സമയം എഴുന്നള്ളിക്കുവാൻ തക്ക വലിപ്പമുള്ളതാണ് ഇവിടുത്തെ ആനക്കൊട്ട്. തനി കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുഴുവനും. കേരളീയ ശൈലിയിൽ നിർമ്മിച്ച 3 നിലയുള്ള ക്ഷേത്ര ഗോപുരവും ശ്രീകോവിലുമൊക്കെ ഈ വാദത്തെ ശരിവയ്ക്കും. വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രജസ്വലയാകുന്ന ദേവിയാണ്. ഇങ്ങനൊരു വിശ്വാസവും അനുഷ്ഠാനവുമുള്ള മറ്റൊരു ക്ഷേത്രവും കേരളത്തിലില്ല. പൂജയുടെ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയാകുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ ആഘോഷങ്ങളാണ്. ആദ്യം രജസ്വലയായതാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. മേൽശാന്തി താഴമൺ മഠത്തിലെ അന്തർജനത്തെ ഇക്കാര്യം അറിയിച്ച് അവരെത്തി ദേവി രജസ്വലയായി എന്ന് ഉറപ്പുവരുത്തും. ശേഷം ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം തൃപ്പൂത്തറയിലേക്ക് മാറ്റും. പിന്നീട് 3 ദിവസത്തേക്ക് ക്ഷേത്രം നടയടയ്ക്കുകയും 4-ാം ദിവസം ദേവിയെ മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കുളിപ്പുരയിൽ ആനയിച്ചിരുത്തും. തൃപ്പൂത്താറാട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കുളിപ്പുരയിൽ നിന്നും പിടിയാനയുടെ പുറത്താണ് ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും എന്നാണ് വിശ്വാസം. ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തുന്നു. സുഖകരമായ ദാമ്പത്യത്തിനും വിവാഹം നടക്കുവാനും സന്താന ലബ്ധിക്കുമൊക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയത്രേ. തൃപ്പൂത്ത് ആരംഭിച്ച് 12 ദിവസം ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുവാനും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. ദേവിയുടെ ഇഷ്ട വഴിപാടാണിത്. തൃപ്പൂത്താറാട്ടിനെ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ടെങ്കിലും അതിൽ പ്രശസ്തം മൺറോ സായിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ തൃപ്പൂത്താറാട്ടിനുള്ള ഫണ്ട് അദ്ദേഹം വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കഠിനമായ ഒരു രോഗം ബാധിക്കുകയും അത് ശമനമില്ലാതെ തുടരുകയും ചെയ്തു. പിന്നീട് നടത്തിയ ദേവപ്രശ്നത്തിൽ അത് ദേവിയുടെ കോപമാണെന്ന് അറിയുകയും അദ്ദേഹം പ്രായശ്ചിത്തമായി പനംതണ്ടൻ വളകൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് വർഷത്തെ ആദ്യ തൃപ്പൂത്താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്യുമായിരുന്നു. തൃപ്പൂത്താറാട്ടിനൊപ്പം തന്നെ പ്രശസ്തമാണ് ഇവിടുത്തെ 28 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം. ധനുമാസത്തിലെ തിരുവാതിരയിൽ കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇത്. മുഴുവൻ ദിവസങ്ങളിലും നാട് മുഴുവൻ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഗംഭീരമായ ആഘോഷമാണ് ഇവിടെ ഉണ്ടാവുക. പമ്പാ നദിയിലാണ് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുക. ശബരിമല ഇടത്താവളങ്ങളിലൊന്നു കൂടിയാണ് ഈ ക്ഷേത്രം. അതിനാൽ കെട്ടുനിറയ്ക്കും തീർത്ഥാടനത്തിനുമായി മണ്ഡലകാലത്ത് ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുവാൻ ചെങ്ങന്നൂരിൽ നിന്നും 500 മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വരുമ്പോൾ ആലപ്പുഴ, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂരിലെത്താം.
ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്ററും ബസ് സ്റ്റാൻഡിൽ നിന്നും 1/2 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. പുലർച്ചെ 3:30 നട തുറന്ന് 11:30 നടയടയ്ക്കും. പിന്നീട് വൈകിട്ട് 5 മണിക്ക് തുറന്ന് 8 മണിക്കാണ് നടയടയ്ക്കുക.